നമസ്കാരം. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ചുള്ള തർക്കവിതർക്കങ്ങൾ നമ്മുടെ നിയമസഭയിൽ ചൂട് പിടിച്ച് നടക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇന്ധന വിലയെ സംബന്ധിച്ച്, അതിൽ സംസ്ഥാന സർക്കാർ ചുമത്തുന്ന നികുതിയെക്കുറിച്ച് മുൻ ധനകാര്യമന്ത്രി ബാലഗോപാൽ ഒരു ആവശ്യമുന്നയിച്ചു. അതായത് സംസ്ഥാനത്തിൻ്റെ നികുതി പൂർണ്ണമായി ഒഴിവാക്കുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്യണം. കാരണം കേന്ദ്രത്തിൻ്റെ നികുതിയേക്കാൾ കൂടുതലാണ് സംസ്ഥാനം ഇന്ധനത്തിന് മേൽ പൊതുജനങ്ങളിൽ നിന്ന് ചുമത്തുന്ന നികുതി. സത്യമാണ് കാര്യം. പക്ഷേ ഇതേ സംബന്ധിച്ചുള്ള വാദപ്രതിവാദങ്ങൾ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയിലേക്ക്, ചർച്ചകൾ നീളുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ബാലഗോപാലിന് മറുപടിയായി പറഞ്ഞത്, ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് ഇത്തരമൊരു ആവശ്യം അന്ന് പ്രതിപക്ഷമായിരുന്ന UDF ഉന്നയിച്ചപ്പോൾ ബാലഗോപാലും അതിനു മുൻപുള്ള ധനകാര്യമന്ത്രി തോമസ് ഐസക്കും പറഞ്ഞത് അത്തരത്തിലൊരു മണ്ടത്തരം സംസ്ഥാന സർക്കാർ ചെയ്യില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ മണ്ടത്തരം UDF സർക്കാരും ചെയ്യാൻ പോകുന്നില്ല. ഇനി സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച്, കാരണം വിലക്കയറ്റം വളരെ രൂക്ഷമായൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാലിൻ്റെ വില മാത്രമൊന്ന് നോക്കിയാൽ മതി അതിൻ്റെ ഒരു ഭയാനകത എത്രയുണ്ടെന്ന് മനസ്സിലാക്കുവാൻ. ഇത് നാട്ടുകാർക്കറിയാവുന്ന കാര്യമാണ്. ഇനി വി.ഡി. സതീശൻ ഇത് സംബന്ധിച്ച് പറഞ്ഞ കാര്യം, സിവിൽ സപ്ലൈസ് വകുപ്പിന് ഏതാണ്ട് 3000 കോടിയോളം രൂപ കേരള സർക്കാർ ബാധ്യതയായി നൽകാനുണ്ട്. കാരണം കടമാണിപ്പോൾ. 3000 കോടി രൂപ സിവിൽ സപ്ലൈസിന് നൽകാനുണ്ട് എന്നുള്ള അവസ്ഥയിലാണ് LDF സർക്കാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഈ സിവിൽ സപ്ലൈസ് വകുപ്പാണ് പൊതുവിപണിയിൽ ഇടപെട്ട് ഈ വിലക്കയറ്റത്തെയും ഈ നാണയപ്പെരുപ്പത്തെയും ഒക്കെ നിയന്ത്രിച്ച് നിർത്തേണ്ട പ്രധാനപ്പെട്ട വകുപ്പ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ കടബാധ്യത തീർത്ത് നൽകിയാൽ മാത്രമേ അവർക്കത്തരത്തിലൊരു ക്രിയാത്മകമായ ഇടപെടൽ വിപണിയിൽ നടത്തുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് വി.ഡി. സതീശൻ വയ്ക്കുന്ന വാദം. ഇതെല്ലാം താത്വികമായി അല്ലെങ്കിൽ തത്വത്തിൽ ശരിയാണ്. ഇനി UDF സർക്കാർ അത്തരത്തിലേക്കുള്ള നടപടികൾ എടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ വിലക്കയറ്റം പിടിച്ചു നിർത്തപ്പെടുകയും സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ട് വരികയും ചെയ്യും. കാരണം ഈ നികുതി കുറയ്ക്കുക എന്നുള്ളത്, ഇന്ധനത്തിൻ്റെ മേലുള്ള സംസ്ഥാനത്തിൻ്റെ നികുതി കുറയ്ക്കുക എന്നുള്ളത് ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ സംസ്ഥാനങ്ങളുമായൊരു താരതമ്യം കേരളത്തെ സംബന്ധിച്ച് അസാധ്യമാണ്. കാരണം ആ സംസ്ഥാനങ്ങളൊന്നും ലോണിലോ ലോട്ടറിയിലോ മദ്യത്തിലോ മിഡിൽ ഈസ്റ്റിലോ അല്ല ആശ്രയിച്ച് നിൽക്കുന്നത് അവരുടെ സാമ്പത്തിക സ്ഥിതിയെ ഉയർത്തി നിർത്തുവാനായി. അത്തരത്തിലുള്ള ലാഭങ്ങളെല്ലാം മദ്യം പോലുള്ള മദ്യവിൽപ്പനയിൽ നിന്നുള്ള വരുമാനം ഗുജറാത്തിനെ സംബന്ധിച്ച് ഇല്ലാതാണ്. ലോട്ടറിയും അവിടെ എങ്ങുമില്ല. മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള വരുമാനവും അല്ലെങ്കിൽ പ്രവാസികൾ അയക്കുന്ന സാമ്പത്തിക സ്രോതസ്സും, പ്രവാസികളിൽ നിന്നുള്ള സാമ്പത്തിക സ്രോതസ്സും മറ്റ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് കേരളത്തിൻ്റെ അനുപാതത്തിൽ കേരളവുമായി താരതമ്യം ചെയ്യുമ്പോൾ തുലവും വിരളമാണ്. അതുകൊണ്ട് തന്നെ ലോണിലോ ലോട്ടറിയിലോ മദ്യത്തിലോ മിഡിൽ ഈസ്റ്റിലോ അല്ല മറ്റ് സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്ഥിതികൾ ആശ്രയിച്ച് നിൽക്കുന്നത്. കേരളം നിർഭാഗ്യവശാൽ അങ്ങനെയാണ് താനും. അതുകൊണ്ട് തന്നെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുക എന്നുള്ളത് ഇനി UDF സർക്കാരിനെ സംബന്ധിച്ച് ശ്രമകരമായൊരു കാര്യമാണ്. മറ്റ് പല ഘടകങ്ങളുമുണ്ട്, അതിൽ ചിലതിലേക്ക് നമുക്ക് വരാം. പക്ഷേ ഇപ്പോൾ പ്രധാന പ്രശ്നം ഈ LDF സർക്കാർ കഴിഞ്ഞ 10 വർഷങ്ങൾ കേരളത്തെ ഭരിച്ച് ഏത് അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നു, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ പൊതുഖജനാവ് ഏതവസ്ഥയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നത് സംബന്ധിച്ചൊരു ധവളപത്രം ഇറക്കും എന്ന് വി.ഡി. സതീശൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഈ ധവളപത്രം ഇറക്കുന്നത് ഒരു ഉമ്മാക്കിയാണ്, അത് കാട്ടി പേടിപ്പിക്കേണ്ട എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും തിരിച്ച് വെല്ലുവിളിച്ചിരിക്കുന്നു. കാരണം അദ്ദേഹത്തിനറിയാം, കാരണം ഈ സാമ്പത്തിക സ്ഥിതി പുറത്തു വന്നു കഴിഞ്ഞാൽ എത്തരത്തിലാണ് പൊതുഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുന്ന അവസ്ഥയിലാക്കി തങ്ങൾ ഇറങ്ങിപ്പോയതെന്ന് പൊതുജനം വീണ്ടും മനസ്സിലാക്കി. ഇപ്പോൾ തന്നെ ഏറെക്കുറെ അവർക്കറിയാം. അതുകൊണ്ടാണല്ലോ 38 സീറ്റുകളിലാക്കി വീട്ടിലിരുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഒതുക്കിയിരിക്കുന്നത് LDFനെ. അതുകൊണ്ട് തന്നെ 35 സീറ്റുകളിലായി ഒതുക്കിയിരിക്കുന്നത്. ഇനി ധവളപത്രം കൂടി വന്നു കഴിഞ്ഞാൽ കൂടുതൽ നാണക്കേടാകുമെന്നുള്ള ഭയപ്പാടിലാണ് ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കേണ്ട എന്നുള്ള പതിവ് തൻ്റെ തെരുവ് ഭാഷ അദ്ദേഹം നിയമസഭയിൽ ഇറക്കുന്നത്. അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു മാറ്റവുമില്ല എന്നുള്ളത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. അത് ഒരു ഇടയ്ക്കൊന്ന് പറഞ്ഞു എന്ന് മാത്രം. കാരണം അദ്ദേഹം ഇത്തരത്തിൽ തുടർന്നാൽ മാത്രമേ, തൻ്റെ ധാർഷ്ട്യവും ആ ഭാഷയും ഒക്കെ അതേപോലെ കൊണ്ടു നടന്നാൽ മാത്രമേ ഇടതുപക്ഷത്തിൻ്റെ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പതനം പൂർണ്ണമാവുകയുള്ളൂ. അത് കേരളത്തെ സംബന്ധിച്ച് അത്യന്താപേക്ഷിതമായൊരു കാര്യമാണ്, കേരളത്തിൻ്റെ നന്മയ്ക്ക്. ഇനി UDFിലേക്ക് തിരികെ വന്നാൽ ഈ ധവളപത്രം എന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് പിണറായി സർക്കാരിൻ്റെ 10 വർഷത്തെ ഭരണപരാജയത്തെ ചൂണ്ടിക്കാട്ടുക എന്നുള്ള ഒരു ഉദ്ദേശം വി.ഡി. സതീശന് തീർച്ചയായും ഉണ്ട്. പക്ഷേ അതിൻ്റെ പിന്നിൽ മറ്റൊരു ഉദ്ദേശം കൂടി അദ്ദേഹത്തിനുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം തിരഞ്ഞെടുപ്പ് കാലത്ത് വലിയ വാഗ്ദാനങ്ങൾ, ഇന്ദിരാ ഗ്യാരണ്ടി, ഉമ്മൻചാണ്ടി ഗ്യാരണ്ടി, നെഹ്റു ഗ്യാരണ്ടിയും രാജീവ് ഗാന്ധി ഗ്യാരണ്ടിയും ഒന്നും
അദ്ദേഹം പറഞ്ഞു കണ്ടില്ല. എന്തുകൊണ്ടാണെന്നറിയില്ല. അല്ലെങ്കിൽ രാഹുൽ പ്രിയങ്ക ഗ്യാരണ്ടി ഒന്നും പറഞ്ഞു കണ്ടില്ല. കാരണം അതിലൊന്നും വലിയ ഗ്യാരണ്ടി ഇല്ല എന്ന് അവർക്ക് തന്നെ തോന്നിക്കാണും. ഇന്ദിരയുടെ കാര്യത്തിലും എന്താണ് ഗ്യാരണ്ടി എന്നുള്ളത് അറിയില്ല. അത്തരത്തിലുള്ള ഗ്യാരണ്ടികൾ KSRTCയിലുള്ള സൗജന്യ യാത്രകൾ ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങൾ അവർ നൽകിയിരുന്നത് പലതും പാലിക്കാതിരിക്കുവാനോ അല്ലെങ്കിൽ പാലിക്കുന്നത് വളരെ ചുരുങ്ങിയ രീതിയിലാക്കുവാനോ വേണ്ടിയുള്ളൊരു മുന്നൊരുക്കമാകാം ഈ ധവളപത്രം എന്നുള്ളതും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം KSRTC മാത്രം എടുത്താൽ മതി. KSRTCയിലെ സൗജന്യ യാത്ര ഈ ഇടതുപക്ഷത്തുമായിട്ട് മത്സരിക്കുന്ന സമയത്ത് തിരഞ്ഞെടുപ്പ് കാലത്ത് UDFൻ്റെ സ്ഥാനാർത്ഥികളായിരുന്നവർ, പ്രത്യേകിച്ച് രമേശ് പിഷാരടിയെ പോലെയുള്ളവർ പറഞ്ഞിരുന്നത് മെയ് 15 മുതൽ KSRTCയുടെ ഏത് ബസ്സിൽ കയറിയും കന്യാകുമാരിയിൽ നിന്ന് കാസർഗോഡ് വരെ സൗജന്യമായി സ്ത്രീകൾക്ക് യാത്ര ചെയ്യാമെന്നായിരുന്നു. ഇപ്പോൾ ഓർഡിനറി ബസ്സിലേക്ക് മാത്രമായി ആ യാത്രാ സൗജന്യം സ്ത്രീകളുടെ കാര്യത്തിൽ ചുരുങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ചുരുക്കലുകളുണ്ടല്ലോ, വെട്ടിച്ചുരുക്കലുകൾ വളരെ നിശബ്ദമായ രീതിയിൽ നടപ്പാക്കുവാനുള്ളൊരു മുന്നൊരുക്കം കൂടിയായിരിക്കാം ധവളപത്രമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിൽ വലിയ കുഴപ്പം ഞാൻ കാണുന്നില്ല. കാരണം അടിസ്ഥാനപരമായി വ്യക്തിപരമായി ഇത്തരത്തിലുള്ള സൗജന്യങ്ങൾക്ക് എതിരാണ് ഞാൻ. സർക്കാർ നികുതി പിരിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സേവനങ്ങൾ ജനങ്ങൾക്ക് നൽകുക. ജനങ്ങൾക്ക് സൗജന്യമായി ഒന്നും നൽകേണ്ട കാര്യമില്ല. കാരണം അത്തരത്തിലൊരു കൈനീട്ടുന്ന അവസ്ഥയിലേക്ക് ജനങ്ങളെ എത്തിക്കേണ്ട ഒരു ബാധ്യത സർക്കാരിനില്ല. അങ്ങനെ ചെയ്യുവാനും പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. എന്നാലും ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ അവർ തിരഞ്ഞെടുപ്പിൻ്റെ പ്രകടന പത്രികയിൽ നൽകിയിരുന്നതിനാൽ അത് പാലിക്കേണ്ട ഒരു ധാർമ്മിക ബാധ്യത UDFനുണ്ട്. അത് പാലിക്കുന്നതിൽ ഏറ്റക്കുറച്ചിലുകൾ വരുത്തുവാനോ അല്ലെങ്കിൽ പൂർണ്ണമായും പാലിക്കാതിരിക്കുവാനോ ഉള്ളൊരു മുന്നൊരുക്കം കൂടിയാണ് ഈ ധവളപത്രമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു കാര്യം, അത് VD സതീശൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ പാർട്ടി കോൺഗ്രസ് പാർട്ടിയാണ്. അഴിമതി എന്നുള്ളത് വളരെ സ്വാഭാവികമായൊരു പ്രക്രിയയായി കൊണ്ട് നടക്കുന്നൊരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ളത് ഭാരതത്തിൻ്റെ ചരിത്രം തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അക്കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞ ഈ ഗ്യാരണ്ടിയും അതിൻ്റെ കൂട്ടത്തിൽ പറയാതെ പോയ പേരുകളെന്ന് ഞാൻ പറഞ്ഞ പേരുകളും എല്ലാം ഈ അഴിമതിയുടെ കാര്യത്തിൽ പൊരുത്തപ്പെടും. അതെല്ലാം വളരെ കൃത്യമായ ഗ്യാരണ്ടികൾ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാനുള്ള ചുവടുവയ്പ്പുകൾ എടുക്കുമ്പോൾ അഴിമതിയും ഒന്ന് കുറയ്ക്കുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം ഒന്ന് കൂലങ്കുഷമായി ചിന്തിച്ചാൽ ഒരുപക്ഷെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുത്തുവാൻ, സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. അത് ഒഴിവാക്കിയാൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി കുറേ കൂടി വേഗത്തിൽ കുറേ കൂടി നന്നായി മെച്ചപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചെന്ന് വരാം. പ്രത്യേകിച്ച് ധനകാര്യ വകുപ്പും അദ്ദേഹം തന്നെ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിൽ. ഇനി മറ്റൊരു ഭാഗത്തേക്ക് നോക്കിയാൽ LDF ഭരിച്ചു മുടിപ്പിച്ച് അവർ ഖജനാവ് തേച്ച് കഴുകി അതിൽ പെറ്റുകിടക്കാനുള്ള പൂച്ചകളെയും കയറ്റിവിട്ടിട്ടാണ് അവർ ഇറങ്ങിപ്പോയത് എന്നുള്ളത് ധവളപത്രം ഇറക്കാതെ തന്നെ കേരളത്തിലെ സാമാന്യബോധമുള്ള ഏതൊരു പൗരനും അറിയാവുന്ന കാര്യമാണ്. ഇനി അതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള പ്രക്രിയകൾ UDF സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ക്രിയാത്മകമായിട്ടുള്ള സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തൽ ചുവടുവയ്പ്പുകൾ ഉണ്ടാവുകയാണ് എന്ന് ഒരു നിമിഷത്തേക്ക് വാദത്തിന് വേണ്ടി നമുക്കങ്ങ് സമ്മതിക്കാം. അത്തരത്തിലുള്ള ചുവടുവയ്പ്പുകൾ ഉണ്ടാകുമ്പോൾ LDFൻ്റെ പ്രതികരണം എന്തായിരിക്കും? LDF അവർ മെച്ചപ്പെടുത്തട്ടെ, നല്ല കാര്യമല്ലേ എന്ന് കരുതി മിണ്ടാതിരിക്കുമോ? ഇല്ല. LDFന് അവരുടെ പ്രതിച്ഛായ മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയിട്ടെന്നുള്ള ഭാവേന അവരിപ്പോഴും സജീവമാണ് എന്ന് കാണിക്കുവാൻ വേണ്ടി തെരുവിലിറങ്ങി പ്രതിഷേധിക്കേണ്ട ആവശ്യങ്ങളുണ്ട്. തെരുവുകൾ അസ്വസ്ഥമാക്കുക, പൊതുജനത്തിൻ്റെ ജീവിതം തടസ്സപ്പെടുത്തുക, ബുദ്ധിമുട്ട് പരമാവധി പൊതുജനത്തിനുണ്ടാക്കി കൊടുക്കുക, ഹർത്താലുകൾ, പ്രതിഷേധങ്ങൾ, സെക്രട്ടേറിയറ്റ് വളയലുകൾ, ഇതിൻ്റെ എല്ലാം ഒരു പരമ്പര തന്നെ ഇനി ഉണ്ടായെന്ന് വരുമെന്നല്ല, ഉണ്ടായിരിക്കും. അത് തീർച്ചയാണ്. കാരണം സമരങ്ങളില്ലാതെ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് LDF എന്ന പ്രസ്ഥാനമില്ല. അത് അവരുടെ യുവജന സംഘടനകളാണ് ഇപ്പോൾ തല്ലുകൊള്ളാനായിട്ട് AA റഹീം ഉൾപ്പെടെയുള്ളവർ മുന്നിട്ട് നിർത്തുന്ന ആളുകൾ. പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. എന്നിരുന്നാലും പണ്ടുള്ള നേതാക്കൾ ഒരു പേരിന് വേണ്ടിയിട്ടെങ്കിലും ഞങ്ങൾ തല്ലുകൊണ്ടു എന്നുള്ള MA ബേബിയെ പോലുള്ളവർ മറ്റുള്ളവരുടെ ചോരയെങ്കിലും മുഖത്ത് വാരിത്തേച്ച് പടത്തിന് പിടിച്ചു കൊടുക്കാൻ നിൽക്കുമായിരുന്നു എന്നുള്ളൊരു ആരോപണം എങ്കിലും ഉണ്ടായിരുന്നു. അത്രയെങ്കിലും മുൻപിൽ വരുമായിരുന്നു. അല്ലാതെ അടിയിൽ നിന്ന് എഴുതി കാണിക്കുമ്പോൾ ഈ റഹീമിനെ പോലെയൊക്കെ ആ സ്പോട്ടിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന ഒരു ശീലം അവർക്കില്ലായിരുന്നു. അവരും അപ്രത്യക്ഷമാകുമായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ പടം പിടിക്കാനെങ്കിലും നിന്ന് കൊടുത്തതിന് ശേഷമേ അവർ അപ്രത്യക്ഷമാകുമായിരുന്നുള്ളൂ അടി തുടങ്ങുന്നതിന് മുമ്പ്. ഇപ്പോഴുള്ള നേതാക്കൾ അടിയിൽ നിന്ന് എഴുതി കാണിച്ചാൽ അപ്രത്യക്ഷരാകും. കൊച്ചു സഖാക്കൾ നിന്ന് വാങ്ങിക്കും. അതിൻ്റെ പേരിൽ ഒരു കൂത്തുപറമ്പ് അല്ലെങ്കിൽ പല കൂട്ടുപറമ്പുകൾ സൃഷ്ടിച്ചെടുത്ത് ഒരു പുഷ്പനെയും 5-6 രക്തസാക്ഷികളെയും സൃഷ്ടിച്ചെടുത്താൽ ബക്കറ്റ് പിരിവ് ഒരു വശത്ത് നടക്കും. പാർട്ടിയുടെ പുനർജീവനോ ഇപ്പോൾ ഏതാണ്ട് അർദ്ധമൃതാവസ്ഥയിൽ കിടക്കുന്ന പാർട്ടിയെ പൂർണ്ണമായും മരണാവസ്ഥയിലേക്ക് തള്ളിവിടാതെ
കുറച്ചെങ്കിലും ഒരു ശ്വാസം കൊടുത്ത് എഴുന്നേൽപ്പിച്ചെങ്കിലും ഇരുത്താനുള്ളൊരു സാധ്യത അവരുടെ മുമ്പിൽ തെളിഞ്ഞു വരും. പല കൂത്തുപറമ്പുകൾ ഉണ്ടാക്കിയാൽ അതിനുമുള്ള തയ്യാറെടുപ്പിലായിരിക്കും ഇപ്പോൾ പ്രതിപക്ഷമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ശീലം തന്നെ അതാണ്. അത് പുന്നപ്ര വയലാർ മുതൽ കൂത്തുപറമ്പ് വെടിവെപ്പ് വരെയുള്ള ഏത് കാര്യമെടുത്താലും അടിസ്ഥാനപരമായി രക്തസാക്ഷികളുടെ ചോരയുടെ മേൽ കെട്ടിപ്പടുത്ത അതൊരു സകാരാത്മകമായ രീതിയിലല്ല ഞാൻ പറയുന്നത്. അതൊരു നകാരാത്മകമായ കാര്യം തന്നെയാണ്. അത്തരത്തിൽ എടുത്ത ഒരു പാർട്ടിയാണത്. അല്ലാതെ യാതൊരു അടിസ്ഥാനവും അതിനില്ല. തന്നെയുമല്ല, ഇത്തരത്തിലുള്ളൊരു സാമ്പത്തിക അവസ്ഥയിലേക്ക് കേരളത്തെ എത്തിച്ചതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വവും അവർക്ക് തന്നെയാണ്. ഇനി അതിനെ മെച്ചപ്പെടുത്തിയെടുക്കേണ്ട ബാധ്യത UDFിലാണ് എന്നുള്ളതാണ് ഭയപ്പെടുത്തുന്ന ഒരു കാര്യം. കാരണം UDFിൻ്റെ ഈ ഒരു ചുവടുവെപ്പുകളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് കോൺഗ്രസിനും മുസ്ലിം ലീഗിലുമൊക്കെയുള്ള അടിസ്ഥാനപരമായിട്ട് തങ്ങളുടെ മെച്ചത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തങ്ങളുടെ സമുദായത്തിൻ്റെ മെച്ചത്തിന് വേണ്ടിയിട്ടാണ് തങ്ങൾ അധികാരം പിടിച്ചത് എന്നുള്ള ഭാവത്തിൽ അധികാരത്തിലിരിക്കുന്ന മന്ത്രിമാരും MLAമാരും ഒക്കെ തന്നെയാണ്. അതാണ് സതീശൻ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഈ തെരുവിൽ കിടന്ന് പൊട്ടിത്തെറിക്കുവാൻ പോകുന്ന ഈ കുട്ടി സഖാക്കന്മാർ രണ്ടാമതേ സതീശൻ്റെ മുൻപിൽ വെല്ലുവിളിയായി ഉയർന്നു വരികയുള്ളൂ. ആദ്യം ആന്തരികമായ ഇത്തരം വെല്ലുവിളികളെ നേരിടുവാൻ സതീശൻ ഒരുക്കമാണെങ്കിൽ, അതിന് അദ്ദേഹത്തിന് സാധിച്ചാൽ, അദ്ദേഹത്തിൻ്റെ കാലുവാരി ഇവരാരും തറയിലിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടണം എന്നാണ് നമ്മുടെ എല്ലാം ആഗ്രഹം. കാരണം നമ്മളെല്ലാം ഈ സംസ്ഥാനത്ത് ജീവിക്കുന്നവരല്ലേ. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അധലപാതാളത്തിലേക്ക് പോയാൽ അതിനോടൊപ്പം പോകുന്നത് നാം എല്ലാവരും കൂടിയാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എത്രയും പെട്ടെന്ന് മെച്ചപ്പെടട്ടെ. ഈ ധവളപത്രം സതീശൻ ഉയർത്തിക്കാണിക്കുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതിനെ തടയുവാൻ പിണറായി വിജയൻ ശ്രമിക്കുന്നതിനെക്കുറിച്ചും ആ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണ്ണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.